ലഹരി ഉപയോഗിക്കുന്നവർക്ക് സംഭവിക്കുന്നത് എന്താണ്? അതുകൂടി നമുക്ക് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഇതിൽ വൈദഗ്ധ്യമുള്ള ഡോക്ടർ സേവ്യർ ജോൺ പുള്ളിക്കൻ, ലേക്ക് ഷോർ ഹോസ്പിറ്റലിലെ ഡി അഡിക്ഷൻ സ്പെഷ്യലിസ്റ്റ് ആണ് അദ്ദേഹം. അദ്ദേഹം കൂടി നമ്മോടൊപ്പം ടെലിഫോണിൽ ചേരുകയാണ്. ഡോക്ടർ സേവ്യർ ജോൺ പുള്ളിക്കൻ, നമ്മുടെ ഈ മാനസികാരോഗ്യ ക്യാമ്പയിനിൽ ലഹരി ഉപയോഗത്തെക്കുറിച്ചുമൊക്കെ അതിൻ്റെ ഒരു അഡിക്ഷൻ്റെ തീവ്രതയെക്കുറിച്ചുമൊക്കെ നമ്മൾ ഒരുപാട് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഈ വാർത്ത അങ്ങ് ചിലപ്പോൾ കേട്ട് കാണും, ഇല്ലെങ്കിൽ ഒന്നുകൂടി ഞാൻ പറയാം. ഇവിടെ സംഭവിച്ചത് ഈ ഒരു വീട് കയറി ആക്രമിക്കുന്നു, ആ വീട്ടിൽ കയറി കോഴികളുടെ കണ്ണ് കുത്തിപ്പൊട്ടിക്കുന്നു, ഫിഷ് ടാങ്കിൽ മണ്ണും കല്ലും വാരിയിടുന്നു, പുൽക്കൂട്ടിൽ കുരിശ് കൊണ്ടുവെക്കുന്നു. ഇതൊക്കെ ഒരു മിനിമം ബോധമുള്ളവർ ചെയ്യുന്നതല്ല. അപ്പൊ ഈ ലഹരി ഇവരുടെ തലച്ചോറിനെ ഇത് എങ്ങനെ ബാധിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ലഹരിയിലെ ചില ചില ലഹരികൾ എന്ന് പറഞ്ഞാൽ ഈ കഞ്ചാവ് പോലത്തുള്ള ലഹരി ഉപയോഗിച്ചാൽ ചിന്തകളെ ബാധിക്കാനുള്ള സാധ്യതകളുണ്ട്. കാര്യം ഈ ഒരു വീട്ടിൽ കയറി കോഴിയുടെ കണ്ണ് കുത്തി പൊട്ടിക്കുകയും പിന്നെ ഫിഷ് ടാങ്കിൽ മണ്ണിടുകയും പിന്നെ കുരിശ് പുൽക്കൂട്ടിൽ വെക്കുകയും ഒക്കെ ചെയ്യുന്നത് ഒരു ബിസാർ ആയിട്ടുള്ള ഒരു ബിഹേവിയറാണ്. അത് ഈ ലഹരി പ്രത്യേകിച്ച് കനാബിസ് അല്ലെങ്കിൽ കഞ്ചാവ് ഉപയോഗിക്കുന്നവരിൽ കാണാവുന്നതാണ്. കാരണം അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഒരു സംശയരോഗം, മറ്റുള്ളവർ നമ്മളെ എഗൻസ്റ്റ് ആണെന്നോ ഉപദ്രവിക്കാൻ പോകുന്ന തോന്നാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ MDMA അങ്ങനെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരു കൺട്രോൾ ഇല്ലാതെ ആരെയും ഭയക്കാതെ മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ ഇവരിൽ കൂടുതലുണ്ട്. അപ്പം ചിന്തയിൽ തകരാറും ഒന്നിനെ ഭയപ്പെടാതെ മുന്നോട്ട് പോകാനുള്ള ഒരു പ്രവണത ഈ ലഹരി ഉപയോഗിക്കുന്ന ആളുകളിൽ കാണാവുന്നതാണ്. അത് ലഹരി നിർത്തി കഴിഞ്ഞാലും ഇത് കഴിയുമ്പോൾ അവര് സാധാരണ മനുഷ്യരുടെ പോലെ ചിന്തിക്കാവുന്നതുമാണ്. ഇപ്പം ഉദാഹരണത്തിന് ഇതുപോലെ തന്നെ എനിക്കൊരു പേഷ്യന്റ് ഉണ്ടായിരുന്നു. ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ അവിടെ വളരെ നന്ദി ഡോക്ടർ സേവ്യർ ജോൺ പുള്ളിക്കൻ പ്രതികരിച്ചതിന്. എന്തായാലും ലഹരി ഉപയോഗിക്കുമ്പോൾ, കഞ്ചാവ് അടക്കമുള്ള ലഹരി ഉപയോഗിക്കുമ്പോൾ അത് ചിന്താശേഷിയെ ബാധിക്കുന്നു. ചിന്താശേഷിയെ ബാധിക്കുന്നതിനപ്പുറമായി പലരിലും പലരും ഉപദ്രവിക്കാൻ വരുന്നുവെന്ന തോന്നൽ ഉളവാക്കുന്നു. ഈ തോന്നലിന്റെ ഭാഗമായി ആരെങ്കിലും ഒക്കെ കയറി ആക്രമിക്കാൻ ശ്രമിക്കുന്നു. ഇവിടെ പാവം മൃഗങ്ങളും, അതായത് കോഴിയും മീനും അടക്കമുള്ള ജീവികളാണ് ആ ഒരു ആക്രമണത്തിനിരയായത്. മനുഷ്യരവിടെ ഇല്ലായിരുന്നു ഭാഗ്യം കൊണ്ട്. അത്തരത്തിലുള്ള മാറ്റങ്ങൾ മനുഷ്യ മസ്തിഷ്കത്തിൽ സംഭവിപ്പിക്കുന്നതാണ് ലഹരി. അതുകൊണ്ട് തന്നെ ലഹരിയുടെ ഉപയോഗം കുറയട്ടെ. ഇപ്പോൾ തൃശ്ശൂരിൽ സുരസജി റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് നിരവധി കേസുകളാണ് ഈ ഓണം മുതലുള്ള സമയത്തൊക്കെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ലഹരി ഉപയോഗിക്കുന്നവർ ലഹരി എങ്ങനെ അവരുടെ മസ്തിഷ്കത്തെ ബാധിക്കുന്നു, അതെങ്ങനെ മറ്റുള്ള മനുഷ്യർക്കും ജീവികൾക്കും ദോഷകരമാകുന്നു എന്നുകൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പ്രതികരിച്ചത് ഡോക്ടർ സേവ്യർ ജോൺ.